ഗെയിം കളിക്കുന്നു തടഞ്ഞ മലയാളി അധ്യാപികയുടെ മൂക്കിടിച്ചൊടിച്ചു. വിദ്യാർത്ഥിയുടെ മർദ്ദനം ചെങ്ങന്നൂർ സ്വദേശിനിയായ സ്മിതയ്ക്ക് നേരെ. ക്ലാസ്സിൽ ഗെയിം കളിക്കുന്നത് തടഞ്ഞതിനാണ് മാലദ്വീപിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന മലയാളിക്ക് ക്രൂരമർദ്ദനമേറ്റത് വിദ്യാർത്ഥിയിൽ നിന്ന്. ചെങ്ങന്നൂർ സ്വദേശിനിയായിട്ടുള്ള സ്മിതയ്ക്കാണ് ഈ വിദ്യാർത്ഥിയിൽ നിന്ന് മർദ്ദനമേൽക്കുന്നത്. വിദ്യാർത്ഥിയുടെ ഇടിയേറ്റ അധ്യാപികയുടെ മൂക്കിൻ്റെ എല്ലിന് പൊട്ടലേറ്റു. സാരമായി പരിക്കേറ്റ അധ്യാപികയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. 8ാം ക്ലാസ് വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ ലാബിൽ പഠിപ്പിക്കുന്നതിനിടെയാണ് ഈ സംഭവമെന്നാണ് സ്മിത പറയുന്നത്. ഒരു വിദ്യാർത്ഥി കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് വിലക്കുകയും മോണിറ്റർ ഓഫ് ചെയ്യുകയും ചെയ്തു. വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ മൊബൈലിൽ വീഡിയോ എടുത്ത് മറ്റ് അധ്യാപകരെയും സ്കൂൾ അധികൃതരെയും അറിയിക്കുമെന്ന് സ്മിത താക്കീത് നൽകി. അപ്പോഴായിരുന്നു പ്രകോപനം. അധ്യാപികയുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി ദൂരേക്ക് എറിഞ്ഞു. മാത്രമല്ല പിന്നാലെ തുരുതുരാന്ന് മുഖത്തേക്ക് ഇടിക്കുകയും ചെയ്തു. മൂക്കിന് 3-4 തവണ ഇടികിട്ടിയെന്നാണ് ആ സ്മിത പറയുന്നത്. മാത്രമല്ല മുടി കുത്തിപ്പിടിച്ച് തലയ്ക്ക് പിന്നിലും മർദ്ദിച്ചു. ഞാൻ ചെന്നപ്പോൾ ഗെയിം കളിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ മോട്ടർ ഓഫ് ചെയ്തു. ഞാനോട് മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ചെയ്തില്ല. പിന്നെ അവനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കി. ഒരു ലൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഗെയിമിംഗ് ആണ്. ഞാൻ അത് ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻഫോം ചെയ്യും ടീച്ചേഴ്സിനെ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് എൻ്റെ ഫോൺ വാങ്ങിച്ച് ആദ്യം ഫോൺ എടുത്ത്. അപ്പം ഞാൻ ഈ ഫോൺ എടുത്തെറിഞ്ഞ ഇതിൽ ഞാൻ ഫോൺ പൊട്ടിയോ എന്നുള്ള ഇതിൽ ആ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്തിനേക്ക് ഇവനെന്നെ പഞ്ച് ചെയ്ത് കഴിഞ്ഞു. പഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഇടി കിട്ടിയതെന്ന് എനിക്ക് വരുന്നില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്ക് ആവുന്നില്ല. അതിനോടിടയ്ക്ക് അവൻ ഒരു 3-4 ഇടി എൻ്റെ മൂക്കിൽ ഇടിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് തലയുടെ ബാക്ക് സൈഡിലും മുടി പിടിച്ച് വലിച്ചിട്ട് 2-3 ഇടി ഇടിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് 3-4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരാണ് എന്നെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോയത്. ഞാൻ ആകെപ്പെടെ സ്റ്റക്കായിപ്പോയി. അത്രയും 4 ടീച്ചേഴ്സും അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഇൻസിഡന്റ് ഇതിൽ അവസാനിച്ചത്. അല്ലെങ്കിൽ അതിലും മേലെ പോയേനാ ചിലപ്പോൾ. ലാബിലുണ്ടായിരുന്ന മറ്റ് 4 അധ്യാപകർ ചേർന്ന് സ്മിതയെ പെട്ടെന്ന് വലിച്ചു മാറ്റി രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുകയായിരുന്നു. പരിക്കേറ്റ അധ്യാപികയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ പരിശോധനയിലും എക്സ്റേയിലും CT സ്കാനിലും ഒക്കെ മൂക്കിന് പൊട്ടലുണ്ടെന്നും ആ എല്ലിന് പൊട്ടലുണ്ടെന്നും അതിന് സ്ഥാനമാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും ഒക്കെ കണ്ടെത്തി. 10 ദിവസത്തിനുള്ളിൽ ശസ്ത്രക്രിയ നടത്താനാണ് നിർദ്ദേശം. എന്താണെങ്കിലും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 1 വർഷമായി മാലദ്വീപിൽ കമ്പ്യൂട്ടർ അധ്യാപികയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. ഫെബ്രുവരി 1-ാം തീയതി തന്നെ ജോലി രാജിവെച്ചിരുന്നു. 3 മാസത്തെ നോട്ടീസ് പീരീഡ് പൂർത്തിയാക്കി ഏപ്രിൽ 30-ാം തീയതി മടങ്ങാനിരിക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. തനിക്ക് നേരിട്ട ശാരീരിക മാനസിക ആഘാതത്തിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും സഹായവും നീതിയും ലഭിക്കണമെന്നും ഇനി മറ്റൊരു അധ്യാപികയ്ക്കും ഈ ദുരവസ്ഥ ഉണ്ടാകരുതെന്നുമാണ് അവരുടെ പ്രതികരണം. സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. എന്നാലും ഒരു കാര്യം ഓർക്കണം, മാലദ്വീപിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം മലയാളികളുണ്ട്. അപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു കാര്യപ്രസക്തമായിട്ടുള്ള വിഷയമാണ്. ഗൗരവത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.